ചട്ടി ഇവിടെ മനുഷ്യനെ തലപൊട്ടി നിനക്ക് ഒന്നും പറയാനില്ലടി. ഇതാ പെൻഷൻ മേടിച്ച് ജീവിക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കരുത്. ബിന്ദു, ഞാൻ നിനക്കൊരു ബാധ്യതയാണോ? അയ്യോ, ഈ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പറ. എന്റെ കൈ ഇപ്പൊ ഫ്രീ ആണ്. ആണെങ്കിൽ എന്റെ കണ്ണീരും തുറച്ചരാവാ. അയ്യോ, കൃഷ്ണമണി തോണ്ടി കളയാനല്ല ഞാൻ പറഞ്ഞത്. അതെ, ഈ കൈ ഒടിഞ്ഞിരിക്കൊന്നും അല്ലല്ലോ. പലിശക്കാർക്ക് പൈസ കൊടുക്കാതിരിക്കാനുള്ള അടവാ ഇത്. എന്തായാലും ഈ അടവ് സക്സസ് ആയില്ലേ? ആ ഉവാവ് കാരണം തന്നെയാണ്. എടി, നാളെ എന്നെ കാണാൻ വേണ്ടി കുറച്ച് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ ഉണ്ട്. അവർക്ക് കൈയിടാൻ ഗ്ലൗസ് എന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ കച്ചവടാക്കി വെച്ചേക്കുന്നു. ആണോ? എന്നാ പിന്നെ സ്റ്റമ്പാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൂടെ പോയിക്കൂടായിരുന്നോ? അയ്യോ, സ്റ്റെമ്പായിട്ട് പോയിന്നാലേ അവരുടെ വിക്കറ്റ് തെറിപ്പിക്കും. മാത്രമല്ല മിഡിൽ സ്റ്റം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗോൾഡൻ ടത്താ. ഇത് കണ്ടപ്പോഴേ ഓർത്തത്, പഞ്ചായത്തിൽ നിന്ന് ആട് കൃഷിക്ക് 50,000 രൂപ കിട്ടുന്നുണ്ട്. കണ്ടു പഠിക്കടി. ഒരു പച്ചില തിന്നുകൊണ്ടിരിക്കുന്ന ആട് വരെ കൃഷി ചെയ്ത് 50,000 രൂപ ഉണ്ടാക്കി. അയ്യോ, അതങ്ങനല്ല. നീ ഒന്നും പറയണ്ട, പണിക്ക് പോകാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് വരില്ലേ. ഈ കൈയെങ്കിലും ഒന്ന് മാറ്റിപ്പിടി, അല്ല പാടത്തിരിക്കുന്ന കൊക്കാന്ന് പറഞ്ഞ ആരും പിടി വെക്കും. ഇതെന്തുവാ? പറഞ്ഞു പോണ ഒക്കിനെ വിടേക്കാനേ ഇച്ചിരി പൊളിക്കും. എന്തുവായാലും നിങ്ങൾക്ക് മരണം ഉറപ്പാ. കടക്കാരുടെ ചോദ്യത്തിന് മുന്നേ ഞാൻ ഉത്തരം മുട്ടുവാ. അത്രയ്ക്ക് ടഫ് ക്വസ്റ്റ്യൻ ആണോ?